സംഭവം എന്തൊക്കെയായാലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജുകൾ കേട്ടോ. സ്പാം ലിങ്കുകൾ, ഫേക്ക് ആയിട്ടുള്ള മെസ്സേജുകൾ, ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് ലിങ്കുകൾ വരുന്നത്. അതും നമ്മൾ അറിയാത്ത കോണ്ടാക്ട് ആയിരിക്കും. പക്ഷെ മെസ്സേജ് കണ്ടാൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് വരിക. ഇവർ കൂടുതലായിട്ടും ലക്ഷ്യം വെക്കുന്ന ആരെയെന്ന് വെച്ചാൽ ഈ മൊബൈലിനെ പറ്റിയൊന്നും കാര്യമായിട്ട് അറിയാത്ത, അധികം ഒന്നും ശ്രദ്ധിക്കാത്ത, ഒരു മെസ്സേജ് ഒക്കെ വന്നാൽ കൂടുതൽ ആലോചിക്കാണ്ട് ഓപ്പൺ ചെയ്യുന്ന അങ്ങനത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ്, CMന്റെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞിട്ട് ആ മെസ്സേജ്, നമ്മളെ മുഖ്യമന്ത്രിന്റെ ഓഫീസായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. ആരോട് ചോദിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ അന്വേഷിക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. ഒന്നും ചെയ്യേണ്ട, ആ മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ ജെമിനി ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിളിൽ AI ഉണ്ടാവും. ഏതെങ്കിലും ഒരു AI, ഞാനിപ്പോ ജെമിനിയിൽ ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്തിട്ട് ജെമിനി ആയാലും മേറ്റ ആയാലും ഏതെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു AI ആപ്പ് ഉണ്ടാവും. അതിൽ ആ മെസ്സേജ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ ഈ മെസ്സേജിന്റെ സത്യാവസ്ഥ എന്താണ്, ജെമിനിക്ക് ഞാൻ ആ മെസ്സേജ് കൊടുത്തിട്ട് അതിന്റെ വിവരം പറയാനൊന്ന് പറഞ്ഞു. ജെമിനി എന്താ പറയാൻ നോക്കുക ഈ മെസ്സേജിനെ പറ്റി. ജെമിനിക്ക് ഞാൻ കൊടുത്ത മെസ്സേജിനെ പറ്റി എനിക്ക് തരുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സന്ദേശത്തെക്കുറിച്ച് നിലവിലുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയല്ല, അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സന്ദേശത്തിലെ വസ്തുത, അനധികൃത ലിങ്ക് സന്ദേശത്തിൽ നൽകിയിരിക്കുന്നു. സർക്കാരിന് ഇങ്ങനെ ഒരു ലിങ്ക് ഇല്ല. സാധാരണ സർക്കാരിന്റെ വെബ്സൈറ്റുകൾ .government.in അല്ലെങ്കിൽ .nic.in എന്നതിലാണ് അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള ഒരു മെസ്സേജ്, ഒരു ലിങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതും അറിയപ്പെടാത്ത കോണ്ടാക്ട് എന്നൊക്കെ ആകുന്ന നേരം നമ്മൾ എന്ത് ചെയ്യണം, അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. നിങ്ങളെ ഫോണിൽ തന്നെ ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, അന്വേഷിച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി. വേണ്ടാണ്ട് ആ കാണുന്ന ലിങ്കിലൊന്നും കയറി ക്ലിക്ക് ചെയ്യണ്ട. നിങ്ങൾക്ക് അത് തരും ഇത് തരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലിങ്കുകളൊക്കെ വരും. ഒന്ന് ഞെക്കിയാൽ മതി, നിങ്ങൾക്ക് ഫോൺ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഓഫർ തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും. പക്ഷെ നമ്മൾ ആ ലിങ്കിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ഫോണിലൊരു മാൽവെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. അതിൽ കൂടെ നമുക്ക് ഈ മെസ്സേജ് അയച്ച ആൾക്ക് നമ്മളെ ഫോണിന്റെ കൺട്രോൾ എടുക്കാനാവും, നമ്മളെ ബാങ്ക് ഡീറ്റെയിൽ അവർക്ക് എടുക്കാനാവും, നമ്മളെ പേഴ്സണൽ ഡാറ്റകൾ, പേഴ്സണൽ മെസ്സേജുകൾ ഒക്കെ എടുക്കാനാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കാലം വല്ലാത്തതാ. ചുരുക്കി പറഞ്ഞാല് ഈ സാധനല്ലേ, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനം, ഇത് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു കൂടിയാണ് ഈ സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. പറയുള്ളൂ നിങ്ങൾ പറഞ്ഞ്, ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം. ഈ പറഞ്ഞൊക്കെ തിരിഞ്ഞിക്കോ, ആ തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും ഈ വീഡിയോ നിങ്ങളെ ചങ്ങായിക്കൊന്ന് അയച്ചു കൊടുത്തേക്കട്ടോ. ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ എല്ലാവർക്കും വരുന്നതാണ്, പലർക്കും വരുന്നതാണ്, പലരും കുടുങ്ങുന്നതാണ്. അതുകൊണ്ട് ഷെയർ ചെയ്തിട്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക്. ഇങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും കൊണ്ടുതരണ്ടേ, അതിന് നമുക്ക് ഒരു ബൂസ്റ്റ് വേണ്ടേ, ആസ് എ മോട്ടിവേഷൻ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്നാപ്പ് ചെയ്യും. താങ്ക് യു സോ മച്ച്.